പടകിൽ ശക്തമായ തിരയാഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ പടകിൽ വെള്ളം കയറുവാൻ തുടങ്ങി. അവർ വേഗത്തിൽ യേശുവിനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. യേശു കർത്താവ് ഉണർന്നു. ഇന്ന് പകൽ അങ്ങനെ നശിച്ചു പോകുന്നു എന്നൊരു ചിന്ത, ഒരു ഭയം, ഒരാകുലത നിങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ ഉണർത്തണം. ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. യേശു കർത്താവ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അടങ്ങുക, അനങ്ങാതിരിക്കുക എന്ന് കൽപ്പിച്ചു. വലിയ ശാന്തതയുണ്ടായി. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് നടുവിൽ വലിയ ശാന്തത ഉണ്ടാകും. ഗുരുവിനെ ഉണർത്തുക, യേശുവിനെ ഉണർത്തുക. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് അരുളി ചെയ്ത കർത്താവ് പറയുന്നു. വലിയ ശാന്തത ഉണ്ടാകും. വലിയ ചുഴലിക്കാറ്റാണ് ആ കടലിൽ അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ചത്. എന്നാൽ അവർ ഗുരുവിനെ ഉണർത്തിയപ്പോൾ അവിടെ വലിയ ശാന്തത ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ വേദന നിങ്ങളെ തകർക്കുവാനല്ല, ഈ കഷ്ടതയിൽ നിങ്ങൾ തകർന്നു പോകുകയില്ല. ഗുരുവിനെ ഉണർത്തുക. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒഴുകിപ്പോയ വെള്ളം പോലെ ഈ കഷ്ടതയെ മറക്കും. ദൈവം നിങ്ങളുടെ വേദനകളെ മറക്കുമാറാക്കും. വിശ്വസിക്കുക. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങൾ നശിച്ചു പോകുകയില്ല. നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗുരുവിനെ ഉണർത്തുമ്പോൾ നിനക്ക് വിചാരമില്ലയോ എന്ന് അവർ യേശുവിനോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു തൻ്റെ അടുക്കൽ വന്നവരോട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നശിച്ചു പോവുകയില്ല. ദൈവസന്നിധിയിൽ ഈ വചനം ഏറ്റെടുത്ത പിതാക്കന്മാർ, ഇന്നലകളിൽ ദൈവത്തെ സങ്കേതമാക്കിയവർ, ദൈവത്തിൻ്റെ ബലം തിരിച്ചറിഞ്ഞവർ, ദൈവത്തിൻ്റെ ബലം അനുഭവിച്ചവർ പാടി. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളമിരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് വീണ്ടും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടാതെ ഉറച്ചു നിന്നത്? ദൈവം അവർക്ക് കൊടുത്ത വാക്ക് അത്ര ശക്തമായിരുന്നു. നിങ്ങൾ ഒരു നാളും നശിച്ചു പോവുകയില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലൊരു കാറ്റടിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ വെള്ളം കയറിയിട്ടില്ല. ദൈവം എല്ലാം കാണുന്നുണ്ട്. ദൈവം അത് അറിയുന്നുണ്ടെങ്കിൽ, അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഇന്ന് പകൽ ഉണർത്താൻ ശ്രമിക്കണം. അവൻ ഉണർന്നാൽ ഒരു ശാന്തതയുണ്ടാകും. ദൈവത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവത്തെ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. അതെന്താണ് ആ ഭാഗ്യം? നിങ്ങളെ ഒരു സാക്ഷ്യത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾ കാണും. നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരും. അത് മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. വിശ്വസിക്കുക, ഗുരുവിനെ ഉണർത്തുക. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.